ഇവിടെ ഡോറ് മതി, നമുക്ക് വിൻഡോ എടുത്തില്ല, അതേപോലെ തന്നെ ഡോർ എടുക്കാം. ഇതിൽ വന്നിട്ട് എന്താ ചെയ്താൽ യൂണിറ്റില്ല, യൂണിറ്റിൽ വന്നാൽ ഇവിടെ നമ്മൾ സെൻറ്റിമീറ്റർ ഇത് വീതി 100 തന്നെ മതി. പിന്നെ എലിവേഷൻ വീതി ഇവിടെ എത്ര ഹൈറ്റ് വരുന്നത് 200. നമുക്ക് എത്ര വേണ്ടത് 210. 210 കഴിഞ്ഞു. ഇനി 3D വ്യൂ കിട്ടുന്നത് ഡയമെൻഷൻ വേരിയേഷൻ ഇതിലിങ്ങനെ കാണും. ടൈം പ്രൊജക്ഷൻ അത് ഡിലീറ്റ് ചെയ്യുക കേട്ടോ. നമ്മൾ വേണ്ട 2 പ്രാവശ്യം ടിക്ക് ചെയ്ത് കൊടുത്തത് വേണ്ട മതി. ഇനി ഇവിടെ ഷെയ്ഡ് ഇട്ട് നോക്കി കഴിഞ്ഞാൽ അല്ല, ഇവിടെ ഇങ്ങനെ ഒരു ഫ്രെയിം പോലെ നിൽക്കും ഈ ഭാഗം. ഇത് ഡിലീറ്റ് ചെയ്യുന്നത് ഇതിൻ്റെ ബാക്കിലും ഉണ്ടാവും, അതും കളയാം. അപ്പോൾ എന്ത് ചെയ്യണം, എക്സ്ട്രീവേറ്റ് ചെയ്തിട്ടുള്ള 210 അത് കിട്ടും. പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിയേറ്റിൽ പോവാം, എക്സ്ട്രൂഷനിലാണ് നമ്മൾ പഠിച്ചിട്ടുള്ള എക്സ്ട്രൂഷൻ അതിൽ വരാം. റെക്റ്റാങ്കിൾ എടുക്കുക, ഇതിൽ നിന്ന് ഇവിടെ വരാൻ കഴിക്കും. ഓക്കെ, ഇനി ഒരു ഓഫ്സെറ്റിൻ്റെ ഒരു -10 കൊടുക്കാം. 10 നമ്മൾ 5 കൊടുക്കില്ല, അതേപോലെ -10 കൊടുത്തിട്ട് ഇങ്ങനെ വരയ്ക്കാം. ഫിനിഷ് കൊടുക്കുക. അതിൻ്റെ തിക്നെസ് 12 അല്ല, മറ്റേ കൊടുക്കാൻ ഇത് 15 കൊടുക്കും. കട്ടിലാക്കി ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്കൊരു കട്ടിലാക്കി ഇത് കിട്ടും. ഓക്കെ, ഇനി ഇതിൻ്റെ ഉള്ളിൽ അതിൻ്റെ ഡോർ വേണം. അതിന് അതിൻ്റെ ആവശ്യമല്ല. ഇതിൽ ക്രിയേറ്റിനകത്ത് പോവാം. ഇത് തന്നെ എടുക്കാം കേട്ടോ, എക്സ്പ്രഷൻ തന്നെ എടുക്കാം. ഇവിടെ വന്നിട്ട് ഇതിൽ ഇവിടെ വരെ വരയ്ക്കുക. ഓഫ്സെറ്റിൽ ഒരു -12 കൊടുക്കാം. ഇത് കൊടുക്കും. ഓക്കെ, ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഇങ്ങനെ ഒരു ഭാഗത്ത് ഇതൊരു കല്ല് ഇവിടെ വേണം ഇങ്ങനെ ക്ലോസ് ചെയ്യാം. അതിന് ഓഫ്സെറ്റിലേക്കുള്ള ഇവിടെ ഞാൻ കൊടുക്കുന്നത് ഒരു 50 സെൻറ്റിമീറ്ററാണ് ഓഫ്സെറ്റ് ചെയ്യുന്നത്. ഇതിന് മുകളിലേക്ക് 50 സെൻറ്റിമീറ്റർ. ഇതൊരു 10 കൂടി കൊടുക്കാണ്. അതായത് ഇവിടെ ഇതിന് ഒരു 10 സെൻറ്റിമീറ്റർ. ഇനി ഇവിടെ വേണമെന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ലൈൻ എടുത്തിട്ട് വരയ്ക്കുന്നത്. ലൈൻ എടുത്തിട്ട് ഇങ്ങനെ വരയ്ക്കാം. ഓഫ്സെറ്റിൽ എത്ര കൊടുക്കണം, നമുക്കൊരു 5 സെൻറ്റിമീറ്റർ. ഒന്ന് ഇപ്പുറത്തേക്ക് ഒന്ന് ഇപ്പുറത്തേക്ക് കൊടുക്കുക. അപ്പോൾ എത്രയും അത് 10 ആയിരിക്കും. 10 കളഞ്ഞ് കഴിഞ്ഞാൽ 10 സെൻറ്റിമീറ്റർ. നമ്മൾ ഇവിടെ വന്നിട്ട് സ്പ്ലിറ്റ് എന്നുള്ള ടൂൾ എടുത്തിട്ട് ചെയ്യുക. ഇത് കട്ട് ചെയ്യുക, ഇത് കട്ട് ചെയ്യുക. അങ്ങനെ ഡിലീറ്റ് ഇന്നർ കൊടുക്കുക. അപ്പം ഇത് ഡിലീറ്റ് ചെയ്ത് പോയാൽ ഇവിടെ സ്പ്ലിറ്റ് എടുക്കുമ്പോൾ ഡിലീറ്റ് ഇന്നർ ഇത് കൊടുക്കുക. ഇവിടെയും കട്ട് ചെയ്ത് ഇവിടെയും കട്ട് ചെയ്യുക. ഓക്കെ, കട്ട് ചെയ്തിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നമുക്ക് ഇവിടെ ഒരു ആർക്ക് വേണമെങ്കിൽ ഇപ്പോൾ വിൻഡോക്കില്ല ആർക്ക്. ഇപ്പോൾ ഇവിടെ എനിക്കൊരു ആർക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനൊരു ഓഫ്സെറ്റ് വീണ്ടും ഒരു 5 സെൻറ്റിമീറ്റർ അല്ല ഇപ്പോൾ വരുന്നത്. അതേ 5 തന്നെ ഇവിടെ കൊടുത്ത് അതേ 5 തന്നെ ഇവിടെ കൊടുക്കും. ആർക്ക് 3 പോയിൻ്റ് ആർക്കാണ്. 1 ഇവിടെ, 2 ഇവിടെ, 3 ഇത്. ഓക്കെ, അതുപോലെ 1 ഇവിടെ, 2 3 ഓക്കെ, ഇങ്ങനെ കൊടുത്തിട്ട് ഇതൊക്കെ വിൻഡോകളും ചെയ്യാം. തന്നെ നമുക്കുള്ള ഡിസൈൻ കൊടുക്കാം. നമുക്ക് ഇത് പറയാം, ഇത് പറയാം. പിന്നെ ഇത് ഫില്ലറ്റ് ചെയ്യാം. ഇതിങ്ങനെ ഫില്ലറ്റ്, ഇത് ഇങ്ങനെ ഫില്ലറ്റ് അറിയാമല്ലോ അല്ലേ. ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെ കൊടുക്കും. പിന്നെ എന്താണ് ഇവിടെ നമുക്കൊരു ആർക്ക്, ഈ ആർക്ക് ഇവിടെ ആർക്ക് കിട്ടണം. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ സെലക്ട് ചെയ്ത് കോപ്പി പറയാം. കോപ്പിയിൽ ഇവിടെ നിന്ന് ഇങ്ങനെ കൊടുക്കാം. ഇവിടെ ഇറക്കി വയ്ക്കുക. ഇത് ഡിലീറ്റ് ചെയ്യുക കേട്ടോ. ഇതിനെ ഡിലീറ്റ് ചെയ്യുക. ഇത് ഫില്ലറ്റ് ചെയ്യുക. ഇത് അല്ല സോറി, ഇവിടെ കട്ട് ചെയ്യണം കേട്ടോ. എന്നിട്ട് ഫില്ലറ്റ് അല്ലെങ്കിൽ എന്താ ഇത് കട്ട് ചെയ്തിരിക്കും. ഇത് മേലേക്ക് മാത്രം ഇവിടെ ഇല്ലാതില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് സ്പ്ലിറ്റ് കൊടുക്കുക. ഇതിൽ ഫിറ്റ് ചെയ്യുക, ഇതിൽ ഫിറ്റ് ചെയ്യുക. അതിന് ശേഷം എന്ത് ചെയ്യുക, ഫില്ലറ്റ് കോർണർ ഫില്ലറ്റ് ഇട്ടിട്ട് ഇത്
ഓക്കെ, ഇങ്ങനെ കൊടുക്കാം. മനസ്സിലായ ഈ ആർക്ക് വേണമെങ്കിൽ അവിടെ ഇല്ല ടേബിൾ നിന്നൊക്കെ പിള്ളേരെ കൊണ്ടതിനകത്ത് ഓക്കെ. ഇത് ഇവിടെ മാത്രമായിരുന്നെങ്കിൽ ഇങ്ങനെ ഇട്ടാൽ മതി. ഈ ആർക്ക് വേണമെങ്കിൽ ഇവിടെ വയ്ക്കുന്നവരുണ്ട്. നിങ്ങൾ ശമ്പളത്തിൽ ഇത്രയും കൊടുത്തിട്ട് ഇത് ഫിനിഷ് കൊടുത്തിട്ട് ഇതിന് എത്ര കൊടുക്കേണ്ട 3 സെന്റിമീറ്റർ. അപ്പം പതിലല്ല 3 കൊടുക്കും. ഇവിടെ വന്ന് ഇതിനകത്ത് 3 ഹോൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യണം. ഇനി എന്താ ചെയ്യേണ്ട, ഇതിൻ്റെ ഉൾവശം നമുക്ക് അടക്കണം. അതിന് എക്സ്റ്റീരിയറിൽ പോവാം. ഇത് ഉൾവശം അടയ്ക്കാനായിട്ട് എക്സ്ട്രൂഷൻ തന്നെ എടുക്കാറില്ല. എക്സ്ട്രൂഷൻ അതിൽ വന്നിട്ട് പിക്ക് എന്ന് പറഞ്ഞിട്ട് ലൈനാണ്. പിക്ക് ലൈൻ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ആർക്ക് ഷേപ്പൊക്കെ അവിടെ നിന്ന് കിട്ടും. അതിൽ നിന്ന് കിട്ടും. ഇല്ലെങ്കിൽ നമ്മൾ അതൊന്നും ഇങ്ങനെ വരയ്ക്കാൻ പറ്റണം. ചിലപ്പോൾ ഇങ്ങനെയൊക്കെ വരച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് കിട്ടാൻ ബുദ്ധിമുട്ട് വരും. അപ്പം പിക്ക് ലൈൻ കൊടുക്കാനില്ല, ഓൾറെഡി അവിടെ ആ ഷേപ്പ് ആ കിട്ടും നമുക്ക്. ഞാൻ കൊടുക്കുന്നു. ഇത് കൊടുക്കാം. എക്സ്ട്രൂഡാണ് ചെയ്യുന്നത്. ഇതും കൊടുക്കും, ഇതും കൊടുക്കും, ഇത് ഇങ്ങനെ കൊടുക്കും. എല്ലാം കഴിഞ്ഞിട്ട് ഫിനിഷ് കൊടുക്കാം. ഇത് 2 സെന്റിമീറ്റർ കൊടുക്കാം എക്സ്ട്രൂഡ്. ഇതിനകത്ത് 3-ഉം ഇത് 2-ഉം അല്ലേ കയറി ഇറങ്ങി നിൽക്കുന്നുണ്ടാവും അല്ലേ. അപ്പം അല്ലേ ഇതിന് 2 ഇത് 3 ആയതുകൊണ്ട് 3 കയറി നിൽക്കും അടിയിട്ടായിരുന്നു. ഇനി നമുക്കിങ്ങനെ പേപ്പർ ചെയ്തിട്ടുള്ള രീതിയിൽ പേപ്പർ ചെയ്തിട്ടുള്ള രീതിക്ക് സമയം ചെയ്യാം. ഇതിന് എക്സ്റ്റീരിയർ ഇതില് റെഫറൻസ് ലെവലിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് 3 ഇതാണ് നമ്മൾ കൊടുക്കുന്ന 2 സെന്റിമീറ്റർ, ഇത് 3 സെന്റിമീറ്റർ. എനിക്കിനി വേണ്ടത് ഈ സെന്റിമീറ്ററിൽ ഈ അകലത്തിൽ എനിക്ക് ബ്ലൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇത് പഠിക്കാനുണ്ട്. ബ്ലൻഡ് ക്രിയേറ്റീവാണോ ബ്ലൻഡ് എന്ന് പറഞ്ഞത് അതെങ്ങനെ വരാമെന്ന് വെച്ചാൽ അതിനെ പറ്റിയിട്ട് ഇവിടെ 3D വ്യൂയിൽ വരാം. ഇത്ര നേരം നമ്മൾ വരച്ചതൊക്കെ എക്സ്ട്രൂഡാണ്. ഈ ബ്ലൻഡിൽ ഒരു ബ്ലൻഡിൽ വരാം. ഒരു ഇവിടെ കാണാം എഡിറ്റ് ടോപ്പ് എന്ന് പറഞ്ഞിട്ട് അല്ല എഡിറ്റ് ടോപ്പ്. അതിൽ ഒരു റെക്ടാങ്കിൾ എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ വരയ്ക്കും. ഓക്കെ, ഇങ്ങനെ എടുത്ത് ഇങ്ങനെ വരയ്ക്കാം. ഇതിൻ്റെ ഉള്ളിൽ എന്നിട്ട് എന്ത് ചെയ്യണം, എഡിറ്റ് ടോപ്പ് നമ്മൾ ക്ലിക്ക് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഒരു റെക്ടാങ്കിളോ അല്ലെങ്കിൽ സർക്കിളോ എടുക്കാം. സർക്കിൾ എടുത്തിട്ട് ഇതിനകത്ത് വരയ്ക്കാം. ഓക്കെ, ഇങ്ങനെ വരച്ചു. എന്നിട്ട് എന്ത് ചെയ്യാം, ക്ലിക്ക് മാറും. ഇത് കൊടുക്കാം. കണ്ടോ ആ ഷേപ്പിലേക്ക് വരുന്നു. റെക്ടാങ്കിൾ വരച്ചാൽ 4 സൈഡിൽ നിന്ന് വരും അല്ലേ. ഓക്കെ, ഇതിങ്ങനെ സർക്കിളിലേക്ക് അതിൻ്റെ ഷേപ്പ് അങ്ങനെ ചെല്ലണം. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ റെക്ടാങ്കിൾ ആണ് വരയ്ക്കാൻ പറഞ്ഞത് ഇതിന് വാതിൽ വേണ്ടിയിട്ട്. അപ്പോൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ലെവലിൽ ഇത് ഹൈറ്റ് നിൽക്കുന്നുണ്ട് അല്ലേ. എക്സ്റ്റീരിയറിലും ഈ ഉള്ളിൽ നമ്മൾ കൊടുത്തത് 2 സെന്റിമീറ്റർ എക്സ്പോർട്ട് ഉണ്ട്. ഇനി എനിക്ക് 1 സെന്റിമീറ്റർ ബ്ലെൻഡ് ചെയ്താൽ മതി. അപ്പോൾ ബ്ലെൻഡിൻ്റെ ടൂളിൽ പോകാം. ഇതിൽ ബ്ലെൻഡിൽ പോവാം. ഇതിലുണ്ട് ഓപ്ഷൻ ഉണ്ട്. ഇവിടെ എഡിറ്റ് ടോപ്പ് എടുക്കുന്നുണ്ട്. ഈ പിക്ക് ലൈൻ എടുക്കാം. എന്നിട്ട് ഇത് വന്ന് മാച്ച് എടുത്തില്ല അതേപോലെ തന്നെ ഇതെടുക്കാം. ബ്ലെൻഡ് ചെയ്യുമ്പോൾ എന്താ പ്രത്യേകത വെച്ചാൽ ഒരെണ്ണം കിട്ടുള്ളൂ. 3 ഒരുമിച്ച് നമുക്ക് ബ്ലെൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആദ്യം ഒരെണ്ണത്തിനെ സെലക്ട് ചെയ്യുക. അതിനുശേഷം എന്ത് പറയുന്നത്, എഡിറ്റ് ടോപ്പ് പറയാം. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇതിൻ്റെ പിക്ക് ലൈനിൽ പോവാം. എനിക്കിത് കുറച്ച് മാറിയിട്ട് കിട്ടണം. ഒരു 5 സെന്റിമീറ്റർ ഓഫ്സെറ്റ് ഇട്ട് കിട്ടണം. അപ്പോൾ ഓഫ്സെറ്റിൽ 5 കൊടുക്കണം. അപ്പം എഡിറ്റ് ടോപ്പ് മാറ്റി ബേസ് ആക്കിയതിന് ശേഷം എഡിറ്റ് ടോപ്പിൽ നമ്മൾ വരച്ചത് ഇത് കൂടെ വരച്ചത് അല്ലേ. എഡിറ്റ് ബേസിൽ വരയ്ക്കുന്നത് 5 സെന്റിമീറ്റർ നീക്കിയിട്ടാണ് വരയ്ക്കുന്നത്. ഇവിടെ വന്നിട്ട് നമ്മൾ ഒരു 5 കൊടുക്കണം. 5 കൊടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലേക്കാക്കി പിക്ക് ചെയ്യുക. അപ്പം ഇങ്ങനെ പിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഉള്ളിലേക്ക് വരും. എഡിറ്റ് ബേസിലൊക്കെ എടുക്കുന്ന ഫിനിഷ് കൊടുക്കുക. ടോപ്പ് അതായത് മോളിത്തെ ഇതിൽ വരുമ്പോൾ ഇത്രയും ഹൈറ്റ് ഉണ്ട്. നമുക്ക് വേണ്ടത് ഈ ആരം പിടിച്ചിട്ട് ഞാൻ നീക്കി വെച്ചാൽ ഇതിൽ കൊണ്ടു വയ്ക്കാം അല്ലേ. ഇത് അടിയിൽ നിന്ന് തൊട്ട് വരുന്നുണ്ട്, നമ്മൾ ഇതിലേക്ക് നോക്കിയിട്ട്. അപ്പം ഇവിടെ തൊട്ട് ഇവിടെയും വരെ എക്സ്ട്രൂഡ് എടുക്കുന്നുണ്ട് 2 എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ തൊട്ട് ഇങ്ങനെ നമുക്ക് 1 സെന്റിമീറ്റർ ആണ് ഹൈറ്റ് വെക്കാം. ഓക്കെ, 3 ഇഞ്ച് എത്തിയപ്പോൾ ആ 3 ഇഞ്ച് വന്നപ്പോൾ എന്തായാലും അതിങ്ങനെ ഒരു പേപ്പർ ചെയ്തിട്ട് നോക്കണം. 3D വ്യൂവിൽ പോയിട്ട് നോക്കാം. ആ പേപ്പറിൽ നോക്കുമ്പോൾ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് കാണില്ലേ ഇവിടെ പേപ്പറിൽ. ഓക്കെ, അതേപോലെ തന്നെ ഇവിടെയും കൊടുക്കണം. ഈ 2 സ്ഥലത്തും ഇതേ സംഭവം. അപ്പം
എക്സ്റ്റീരിയർ വ്യൂവിൽ പോവാം. ആദ്യം എന്താ ചെയ്യേണ്ട, ബ്ലൻഡിൽ പോകാം അല്ലേ. പിക്ക് ലൈൻ എടുത്തിട്ട് ഇവിടെ പിക്ക് ചെയ്യുക, ഇതിൽ പിക്ക് ചെയ്യുക, ഇതിൽ പിക്ക് ചെയ്യുക, ഇതിൽ പിക്ക് ചെയ്യുക, എഡിറ്റ് ടോപ്പിൽ പിക്ക് ചെയ്യുക. അത് കഴിഞ്ഞ് ബേസ് ആയി ഇടുക അല്ലേ. എന്നിട്ട് എന്ത് ചെയ്യണം, പിക്ക് ലൈനിൽ പോവുക, ഓഫ്സെറ്റിൽ 5 ഇവിടെ കൊടുത്ത പോലെ തന്നെ 5 ഉള്ളിൽ കൂട്ടാം, കട്ട് ചെയ്ത് കൊടുക്കുക, ഇങ്ങനെ കൊടുക്കുക. ഫിനിഷ് പറയുക. ഇതിൻ്റെ എക്സ്ട്രൂഡ് നമ്മൾ വീണ്ടും 25 എടുക്കണം. ഇത്രയും വരെ ഇങ്ങനെ വന്നിട്ടുണ്ടാകും. ഇതിൽ നിന്ന് ഇവിടെ വരെ വന്നേക്കാം. ഇതെടുത്തിട്ട് ഫ്രണ്ടിൽ ഈ ലൈൻ ഇട്ടിട്ട് ഇനി എന്ത് ചെയ്യുന്നത്, 3D വ്യൂവിൽ പോവാം നോക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്തിട്ടുള്ള ആ ഭാഗം കിട്ടും. ഇനി ഇതിനെന്താ ചെയ്യേണ്ടത്, നമുക്ക് കോപ്പി എടുത്ത് വയ്ക്കണം അല്ലേ. ഇപ്പം കോപ്പി എടുത്ത് വയ്ക്കാം, വയർ ഫ്രെയിമിലിടാം. അപ്പോൾ നമുക്കിത് കാണാൻ പറ്റും, നമ്മൾ ഇത് വരച്ചതെന്ന് അറിയാൻ പറ്റും. ഇതിന് എനിക്ക് ഇനി വേണ്ടത് ഇവിടേക്കാണ് വേണ്ടത്. കോപ്പി എടുത്ത് വെച്ചാൽ ശരിയാവും. ഇത് ഇല്ല, ഈ പോയിന്റ് ഇവിടെ വരണം. മിററാണ് അല്ലേ, മിററാണ് വേണ്ടത് അല്ലേ. കോപ്പി പറ്റില്ല. ഒരേപോലെ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ നേരെ ഇട്ട് നിൽക്കുന്നതാണ് കോപ്പി എടുത്ത് വെച്ചാൽ മതി. അല്ലാത്ത ഇങ്ങനെ ഒരു കാലം കയറി നിൽക്കണമെന്നുകൊണ്ട് തന്നെ മിറർ ചെയ്യണം, എന്നാലും ഇവിടെ കിട്ടുള്ളൂ. മിററിന് ഇത് സെലക്ട് ചെയ്യാം, നമ്മൾ വരച്ചാണ്. എന്നിട്ട് ഈ ബ്രോ കണ്ട മിററിൻ്റെ ബ്രോ ലൈൻ അടുത്ത ഈ ആക്സിസിന് കൂടെ ഇങ്ങനെ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇവിടേക്ക് വന്നിട്ടുണ്ട് അല്ലേ, ശരിക്ക് വന്നിട്ടുണ്ട്. 3D വ്യൂവിൽ പോവുക, ജസ്റ്റ് ഒന്ന് കാണിക്കണം. ഓക്കെ, ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇനി എന്താ ചെയ്യുന്നത്, നമ്മൾ മെറ്റീരിയൽസ് കൊടുക്കും. ഇതിനകത്ത് ബുട്ട് കൊടുക്കില്ല, നമ്മൾ ഡോറ് ബുട്ട് വന്നിട്ട് ടേബിൾ ഇതൊക്കെ അസെംബിൾ ചെയ്യും. ഓക്കെ, ഇനിയിപ്പോൾ ബ്ലൻഡ് വേണ്ടാന്നുണ്ടെങ്കിൽ ഇങ്ങനെ കളഞ്ഞാൽ ഇങ്ങനെ കട്ടിങ് ആയിട്ട് കിട്ടുന്നു. പഠിച്ച് വിചാരിച്ചിട്ട് ഡിഫോൾട്ടിനെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. ഡിഫോൾട്ടിലാണ് അതിനെ റീനെയിം ചെയ്യുക. ഡോറ് ഡിഫോൾട്ട് കൊടുക്കുക. ഗ്രാഫിക്സ് അപ്പോൾ അത് കുറേ നേരം ഓപ്പൺ ആയി തരുന്നത് കേട്ടോ. അത് പിന്നേക്ക് കൊടുത്തില്ലേ, അതേപോലെ തന്നെ കൊടുക്കാം. ക്ലോസ് ചെയ്യും. ഇവിടെ ഇരിക്കണ്ട, ഇവിടെ ഇരിക്കല്ലോ.